നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, നമ്മുടെ വേണ്ടപ്പെട്ടവര്, കണ്ടുമിണ്ടി കൊതിതീരും മുമ്പ് നമ്മളോട് യാത്ര പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ആ പ്രിയപ്പെട്ടവരെ മുഴുവനും നമ്മൾ ഖബറിലേക്ക് കൊണ്ടുവച്ചില്ലേ? ഏതാണോ ഈ മഹല്ലത്തിന്റെ ഖബർസ്ഥാനം എനിക്കറിയില്ല. ഏതായാലും ആ ഖബർസ്ഥാനിൽ നമ്മൾ കൊണ്ടുവന്ന് അടക്കിയിട്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3-10 പലക നിരത്തിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാങ്കല്ലും നാട്ടി നമ്മൾ പിരിഞ്ഞവരല്ലേ സഹോദരാ. നാളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഭൂമി ഒരു കിടുകിടാ വിറയ്ക്കപ്പെട്ട് ആ ഭൂമി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തുകളെല്ലാം പുറത്തേക്ക് വരികയാ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് ജനാസകൾ എല്ലാം പുറത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയുടെ അടിയിൽ പിന്നെ ഒന്നും ഉണ്ടാവൂല. ഖബറടക്കിയ മയ്യത്തുകളെല്ലാം പുറത്തേക്ക് വരികയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമിയുടെ അകത്തുള്ളത് എന്താണോ അതെല്ലാം പുറത്തു വരികയാ. ആ നിമിഷമാണ് മനുഷ്യൻ ചോദിക്കുന്നത്, വഖാലൽ ഇൻസാൻ, മനുഷ്യൻ ചോദിക്കുന്നു, എന്താ പറ്റിയത്, എന്താ പറ്റിയത്? അതിന് മറുപടി അല്ല തന്നെ പറയുകയാ. അന്ന് അള്ളാന്റെ മറുപടിയല്ല വരുന്നത്. മനുഷ്യൻ ചോദിക്കുന്നു, എന്താ പറ്റിയത്? ആ സമയത്ത് മറുപടി പറയുന്നത്, യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, ആ സമയത്ത് ഭൂമി സംസാരിക്കുകയാണ്. ആ മനുഷ്യൻ ചെയ്ത എല്ലാ തിന്മകളെയും ഭൂമി സംസാരിക്കുകയാണ്. ഭൂമി സംസാരിക്കുകയാണ്. എന്താ? മനുഷ്യരെയും ജിന്നുകളെയും കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, മുത്തഅല്ലിമീങ്ങൾക്കറിയാം, സഖലൈനി എന്നാണ്. സഖലൈനി എന്ന് മനുഷ്യരെയും ജിന്നുകളെയും കൂടെ ചേർത്തിട്ട് പറയുന്ന ഒരു പേരാണ് സഖലൈനി. എന്താണ് ഈ സഖലൈനി എന്ന്? നബിയു സഖലൈൻ എന്ന് പറയാറുണ്ട്, മനുഷ്യഭൂത വർഗത്തിന്റെ പ്രവാചകൻ. സഖലൈനി എന്ന് പറഞ്ഞാൽ മനുഷ്യരും ഭൂതവർഗവും തമ്മിൽ അവർക്ക് 2 പേർക്കും കൂടി പറയുന്ന ഒരു പേരാണ് സഖലൈൻ. എന്താണ് അതിന് കാരണമെന്നറിയോ? മനുഷ്യരെയും ജിന്നുകളെയും സഖലൈനി എന്ന് പറയാൻ കാരണം, ലിഅന്നൽ അർള തസ്ഖുലു ബിഹിം അഹ്യാഅൻ വ അംവാത, ജീവിച്ചിരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാലും ഈ ഭൂമിക്ക് ഭാരം മനുഷ്യരും ജിന്നുകളുമാണ്. അതുകൊണ്ടാണ് സഖലൈനി എന്ന് പറയുന്നത്. അസ്ഖാലഹ, അതിന്റെ ഭാരം പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ, മനുഷ്യരെ എടുത്ത് കബറടക്കിയ മനുഷ്യന്മാരെ മുഴുവനും ഭൂമി എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, അപ്പോഴാർക്കും അതിലേക്കൊരു നോട്ടം ഉണ്ടാവൂല. ആ സമയം വല്ലാത്തൊരു ഭീതിജനകമാണ്. ലക്ഷക്കണക്കിന് കിലോ സ്വർണം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോ അതിലേക്ക് നോട്ടമില്ല. പിന്നെയാണോ എന്നോ മരണപ്പെട്ടു പോയ വാപ്പാടെ മയ്യത്തെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്ന ആ ഭൂമിയുടെ പ്രവൃത്തി നോക്കി നിൽക്കാൻ ആരും മെനക്കെടൂല. വല്ലാത്തൊരവസ്ഥയാണ്. ആ ഭൂമി ഓരോ വാക്കുകളും നമ്മുടെ മുന്നിൽ വിളിച്ചു പറയും. അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു സഹാബത്തിനോട്, സഹാബാ അതദറൂന മാ ഇഖ്ബാറുഹാ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഭൂമി എന്താണ് വിളിച്ചു പറയുന്നതെന്നല്ലേ? അത് സഹാബത്തിനും തിരിഞ്ഞില്ല. ആരംഭപ്പൂവായ റസൂല് സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂന മാ ഇഖ്ബാറുഹാ, സഹാബത്തെ എന്താണ് ഭൂമി വിളിച്ചു പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, അല്ലാഹു മാത്രമേ അറിയൂ, പിന്നെ അങ്ങയ്ക്കും അറിയാം, അതല്ലാതെ ഞങ്ങൾക്കറിയില്ല തിരുദൂതരെ. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ വാക്കം തന്നറിയോ? അൻതശ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില അലാ ലഹരിഹാ തഖൂൽ അമില യൗമ കദാ വകദാ വകദാ ഫഹാദിഹി ഇഖ്ബാറുഹാ നബി മുഹമ്മദ് മുസ്തഫ. ഭൂമി പറയും അത്രേ, ഇന്ന ദിവസം ഇന്ന സമയം ഇവൻ എന്റെ മുകളിൽ വെച്ച് ഇന്നത് ചെയ്തു എന്ന്. എന്റെ പുറത്ത് വെച്ചാണ് ഇവൻ കള്ളു കുടിച്ചത്. ഇവൻ ലോട്ടറി എടുത്തത് എന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണെന്ന്. നീ എവിടെയെങ്കിലും ഇരുന്ന് നീ ഒന്ന് എടുക്കണമല്ലോ ലോട്ടറി. നീ എവിടെ ഇരുന്നാ എടുക്കുന്നത്?
അത് ഞാൻ പിന്നെ എന്റെ വണ്ടിക്കകത്ത് നിർത്താൻ വല്ല പ്രശ്നമുണ്ടോ? ഈ 4 ടയറും നിലത്തല്ലേ നിൽക്കുന്നത്? ആ നിലം അള്ളാഹുവിനോട് പറയും, പടച്ചവനെ അമില കഥ വക്കഥ വക്കഥ, ഇന്ന കാര്യങ്ങള് എന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടാണ് അവൻ ചെയ്തത് തമ്പുരാനെ എന്ന് ഭൂമി അള്ളാഹുവിന്റെ കോടതിയിൽ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ചില ആളുകൾ പറയാറുണ്ട് ഭാരതാമ്മ. ഭാരതാമ്മ എന്ന് പറഞ്ഞാൽ ഭാരതം നമ്മുടെ അമ്മയാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഭൂമി നിന്റെ ഉമ്മയാണ്. ഭൂമി ഭാരതം മാത്രമല്ല, ഈ ലോകത്ത് എവിടെ പോയാലും ആ ഭൂമി നിന്റെ ഉമ്മയാണ്. തഹ്ഫളു മിനൽ അർളി ഫഇന്നഹാ ഉമ്മക്കും നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, വാപ്പ ഉമ്മ മക്കൾ അടങ്ങുന്ന ഒരു വീട്. ഉമ്മ മക്കളുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് കണ്ടാലും ഉമ്മ വാപ്പയെ അറിയിക്കാറില്ല. കാരണം എന്താ? വാപ്പ മക്കളെ അടിച്ചാലോ തല്ലിയാലോ എന്ന് പേടിച്ചിട്ട് ഉമ്മ അതെല്ലാം മറച്ചു വെക്കും. ഇനി വാപ്പ മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നിരിക്കട്ടെ, ഇവൻ എന്തെങ്കിലും ഒരു കേസിന്റെ പേരിൽ കഞ്ചാവായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം, ഇപ്പൊ കഞ്ചാവിന്റെ പേരിൽ മക്കളെ വാപ്പമാര് വീട്ടിൽ നിന്ന് ഇറക്കൂല, എങ്ക വഴിയിട്ട് വെട്ടി 9 കഷ്ണാക്കി കളയും. അതുറപ്പാ. ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റാത്ത കാലമാണ്. ഒരു സ്കൂളിലേക്ക് പോകുന്നു, ഞാൻ പഠിച്ചപ്പോൾ അധ്യാപകൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എനിക്ക് കുറച്ച് കാശ് അന്ന് തരാനുള്ള കാശോ അന്നത്തെ ഏതോ ഒരു തൊപ്പിയോ എന്തൊക്കെ ചോദിക്കുന്നു. അത് കൊടുക്കാൻ കഴിയാതെ അവര് വിഷമിക്കുന്നു. ഉടൻ തന്നെ കരുതി വെച്ചിരുന്ന തോക്കെടുക്കുന്നു. ഉടനെ ആകാശത്തേക്ക് വെടിവെക്കുന്നു, പിന്നെ താഴേക്ക് വെടിവെക്കുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പോലീസ് പിടിക്കുന്നു, എഴുതിയിടുന്നു ഇവൻ മാനസിക രോഗി. കേരളം ഭ്രാന്താലയമായി കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, മാനസിക രോഗിയല്ലാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. മാനസിക രോഗിയല്ലാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മുസ്ലിം ഒരു മേത്തൻ ഏതെങ്കിലും ഒരു പേരുള്ളവനായിക്കോട്ടെ, അവന് മുഴുവട്ടനാണെന്നിരിക്കട്ടെ, അവന് ഊളംപാറ കിടന്ന പിന്നെ റിപ്പോർട്ടുണ്ട്, അവന് കുതിരവട്ടത്ത് കിടന്നതുണ്ട്, ഇതൊക്കെ അവന്റെ കൈവശമുണ്ടെങ്കിലും അവന്റെ പേര് മുസ്ലിം ഭീകരൻ. അവന് മാനസിക രോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. നേരെ മറിച്ച് ഒരു രോഗവും ഇല്ലാത്തവൻ എന്ത് ചെയ്താലും ആളുകൾ പറയും, ചാനലുകൾ പറയും അവൻ എന്തോ മാനസിക രോഗം ഉള്ളത് കൊണ്ടാകാം. പോലീസ് പറയും അവൻ മാനസിക രോഗിയാ. ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്പോഴും ഹാജരാക്കോടെ. ഇതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു തെറ്റ് ചെയ്യുന്നു, എവിടെ നിന്നാ ചെയ്യുന്നത്, ആ ചെയ്യുന്ന സ്ഥലം അള്ളാഹുവിനോട് വിളിച്ചു പറയും, പടച്ചവനെ എന്റെ നെഞ്ചത്ത് നിന്നാണ് അവൻ ഈ പ്രവൃത്തി ചെയ്തത്, എന്റെ നെഞ്ചത്ത് നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി അവൻ ചെയ്തത്. ഇത് വിളിച്ചു പറയും, ഉറപ്പാണ്. ഭൂമി വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഭൂമി നമ്മുടെ ഉമ്മയാണ്. മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മ വാപ്പയെ അറിയിക്കാതെ മറച്ചു വെക്കും. ഇനി വാപ്പ അറിഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഭക്ഷണം കൊടുക്കരുതെന്ന് വാപ്പയുടെ ഉത്തരവ് വരും. പാവപ്പെട്ട ഉമ്മ എന്താ ചെയ്യുന്നത്? വാപ്പ ഉറങ്ങുമ്പോ മകനും മതിലിലൂടെ ആഹാരം കൊടുക്കും ഉമ്മ സ്നേഹം മാത്രമല്ല, ഉമ്മ ഏറ്റവും കൂടുതൽ നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മുടെ തിന്മകൾ മറച്ചു വെക്കുന്ന ഒരു പ്രതീകമാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മയെ കമ്പയർ ചെയ്ത് ഉമ്മയിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് കള്ള് കുടിച്ച ആളുകൾ നമ്മളില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ കള്ള് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ള് കുടിച്ച വിവരം, പണ്ടാണെങ്കിൽ ചാരായം കുടിച്ചവൻ, കള്ള് കുടിച്ചവൻ 7 അയൽപക്കത്തൂടെ പോയാൽ മതി, അതിന്റെ നാറ്റം ലോകം മൊത്തം അടിക്കും. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കുടിക്കുന്നവരും അതറിയുന്നവരും പറയുന്നത്. അതെന്ത് സാധനം എന്ന് ചോദിച്ചാൽ നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയും നല്ല പെർഫ്യൂമിന്റെ മണമല്ല, നല്ല മുല്ലപ്പൂവിന്റെ മണമാണല്ലോ എന്നൊക്കെ പറയും. സത്യത്തില് ഇത് വിവിധ ഇനം നിറക്കൂട്ടുകളുള്ള മനോഹരമായി അവർ കുടിക്കുന്ന മദ്യത്തിന്റെ മണങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അല്ലാഹു ആലം. നിങ്ങൾ ഞാൻ ഇനി പറഞ്ഞാൽ ചോദിക്കും നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും.
ഇപ്പൊ കുടിക്കുന്നതിന് തൊപ്പിയും ദാടിയൊന്നും ഒരു തടസ്സം ആകാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതും അല്ലേ? തെറ്റായിട്ട് തന്നെ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ പറയും വേണം. അത് മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഏതായിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മ നമ്മുടെ തെറ്റുകൾ വാപ്പയെ അറിയിക്കാതെ മറച്ചു വെക്കുന്നത് പോലെ ഭൂമി ഒരാളോട് നമ്മളെ പറ്റി പറയുന്നില്ല, ഒരാളോട് നമ്മളെ പറ്റി പറയുന്നില്ല. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സൂക്ഷിക്കണേ. ഏതൊരാളും നന്മയാകട്ടെ തിന്മയാകട്ടെ ചെയ്യുന്നുവോ ഇല്ലാ വഹിയ മുഖ്ബിറാ, അത് പിന്നീട് വിളിച്ചു പറയുന്നതാണ്, ഇപ്പൊ പറയൂല. അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ ഭൂമി ഓരോ തിന്മകളെ പറ്റിയിട്ടും വിളിച്ചു പറയുമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞു, മലായിക്കത്തുകളെ സ്വാധീനിക്കാനുള്ള വഴി ഏതാണ്? അസർ സുബ്ഹി വഖ്തുകൾ വളരെ ജാഗ്രതയോടെ പെരുമാറുക. എന്നാൽ ഭൂമിയാകുന്ന രണ്ടാമത്തെ സാക്ഷിയെ സ്വാധീനിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഈ ഭൂമിയിൽ നമ്മൾ കഴിയുന്ന അമലുകൾ നമ്മൾ ചെയ്യുക. ഭൂമിയിൽ കഴിയുന്ന അമലുകൾ ചെയ്യുക. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കുക, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഓതുക. നമ്മൾ സാധാരണ വീട്ടില് നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല അല്ലെങ്കിൽ ഓതുന്ന ഖുർആനും നമ്മുടെ ചുമരുകൾ, പള്ളിയുടെ മറ്റ് വസ്തുക്കൾ, ഇതെല്ലാം നാളെ പരലോകത്ത് സാക്ഷിയാവുന്നല്ലേ? അപ്പൊ നമ്മളെ മുന്നിൽ അള്ളാഹുവിന്റെ കോർട്ടില് ഈ ഭൂമി ലോകത്തുള്ള സകല വസ്തുക്കളും ഭൂമിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു വസ്തുക്കൾ മുഴുവനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് വേണ്ടി അമലുകൾ ചെയ്യണം. നമ്മുടെ യാത്രകളിലേക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പള്ളികളിലും, ഒട്ടുമിക്ക പള്ളികളിലും നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്, നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓരോ യാത്രകളില് ആ യാത്ര പോകുന്ന സമയത്ത് ബാങ്കിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഇറങ്ങി നമസ്കരിക്കുമ്പോൾ ആ പള്ളികളിൽ നാളെ ആ പള്ളികൾ നമുക്ക് സാക്ഷിയാണ്. സ്ഥിരമായി നിസ്കരിക്കുന്ന പള്ളികൾ മാത്രമല്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, മഹാന്മാരൊക്കെ ഫുഖഹാക്കൾ പഠിപ്പിച്ചത്, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് നിസ്കരിക്കണം. അപ്പുറത്തോട്ട് മാറി നിന്ന സുന്നത്ത് നിസ്കരിക്കേണ്ടത്. ഒരു ചെറിയ വ്യത്യാസം, എല്ലാ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കും. നമ്മൾ ചൊല്ലുന്ന നമ്മൾ ചെല്ലുന്ന തക്ബീറുകൾ, ഇതിനൊക്കെ ഈ മരങ്ങൾ സാക്ഷിയാണ്. അള്ളാഹു നമ്മളെ പരലോകത്തെ സാക്ഷികൾ, അനുകൂലമായി അമലുകൾക്ക് സാക്ഷി നിൽക്കുന്ന ഭൂമിയും ഭൂമിയോട് ബന്ധപ്പെട്ട വസ്തുക്കളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറക്കരുത്, ഒന്ന് മലായിക്കത്ത് സ്വാധീനിക്കാനുള്ളത് എങ്ങനെയാ? അസർ സുബ്ഹി അവരുടെ ആ പോക്കുവരവിന്റെ സമയമാണ്. ആ സമയത്ത് കൃത്യമായി നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക. ആ രണ്ട് സമയം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഈ രണ്ട് സമയത്തും നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം ഇല്ല. അസറിന് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ല, സുബഹിക്ക് ശേഷം സുന്നത്ത് നമസ്കാരം ഇല്ല. ആ രണ്ട് വഖത്ത് സമയം മലായിക്കത്തിന്റെ ഷിഫ്റ്റ് നടക്കുകയാണ്. മലായിക്കത്തിന്റെ മലക്കുകളുടെ ചേഞ്ചിങ് നടക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ ചുരുക്കി പറയാൻ. രണ്ടാമത്തേത് ഭൂമി. അതുകൊണ്ട് പരമാവധി എവിടെയൊക്കെ നിന്ന് തസ്ബീഹ് എല്ലാം പറ്റുമോ, എവിടെയൊക്കെ നിന്ന് നമുക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റുമോ, എവിടെയൊക്കെ നിന്ന് നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ചെയ്യുക. അത്രയും സ്ഥലം നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് സാക്ഷി നിൽക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി മൂന്നാമത്തേത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സമയങ്ങളാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമയം അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? യുനാദി കുല്ലയൗം, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, അനയൗമുൻ ജദീദ്, ഞാനൊരു ന്യൂ ഡേ ആണ്, പുതിയ ദിവസമാണ്, ഞാനൊരു പുതിയ ദിവസമാണ്. പുതുവർഷ പുലരി എന്നാണ് ഡിസംബർ മാസം 31 എന്നാര് കരുതി പോകരുത്. അത് കലണ്ടറിൽ ഉണ്ടായതാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമുക്ക് പുതുവർഷം തന്നെയാണ്. ഇന്നെന്താണ്? വ്യാഴാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ച രാവാണ്. ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനി നമ്മൾ കരുതും അടുത്ത വ്യാഴാഴ്ച നമുക്ക് ചെയ്യാ. അല്ല, അടുത്ത വ്യാഴാഴ്ച വരുന്നത് പുതിയ ദിവസമാണ്. കാരണം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോ ആ
ദിവസം അല്ലാഹുവിന്റെ കോടതിയിലാണ് സ്ഥിരപ്പെടുന്നത്. കഴിഞ്ഞ റമളാനിൽ നിന്നാകാ കഴിഞ്ഞില്ല എന്നാൽ നമ്മൾ പറയുന്നു വരട്ടെ റമളാനിൽ നിന്നാകാ അല്ല, കഴിഞ്ഞ റമളാന് പോയി, ആ റമളാൻ ഇനി വരൂല, ജീവിതത്തിൽ മടങ്ങി വരൂല. ആ റമളാൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന റമളാൻ പുതിയ റമളാനാണ്. ഒരു വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത വെള്ളിയാഴ്ച നന്നാകാമെന്ന് ചിന്തിക്കുന്നവരെ, ആ വെള്ളിയാഴ്ച മറ്റൊരു വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പടച്ചവന്റെ കോടതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുകയാ. അതാണ് റസൂല് പറഞ്ഞത്, ഇന്നി യൗമുൻ ജദീദ്, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, എന്നിൽ നീ എന്തൊക്കെ ചെയ്തോ ഞാൻ അതിന് സാക്ഷിയാണ്. സഹോദരങ്ങളെ, റസൂലുള്ള പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ സാക്ഷി ഏതെന്നറിയോ? അള്ളാന്റെ കോടതിയിൽ ഓരോ ദിവസവും എന്ന് പറയുകയാ. ഒരു ദിവസം ശനിയാഴ്ച ദിവസം നമ്മൾ കള്ളു കുടിച്ചെന്നിരിക്കട്ടെ, ആ ദിവസം അള്ളാന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, പടച്ച റബ്ബേ, ഞാൻ അവന്റെ അടുക്കലേക്ക് പോയപ്പോൾ കള്ളു കുടിച്ചു അവന്. നമ്മൾ ചിന്തിക്കുമെന്നാ പിറ്റേ ശനിയാഴ്ച വരുമല്ലോ, ആ ശനിയാഴ്ച നാളെ റബ്ബിന്റെ കോടതിയിൽ അനുകൂലമാകുമെന്ന്. ശരിയാ, പക്ഷെ ഒന്നറിയണം, ആ ശനിയാഴ്ച അല്ല ഈ ശനിയാഴ്ച, രണ്ടും വേറെയാണ്. അതാണ് ഹബീബ് പറഞ്ഞത്, യുനാദി കുല്ല യൗം, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, അന യൗമുൻ ജദീദ്, ഞാൻ പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് അതെല്ലാം വളരെ കൃത്യമായി ഞാൻ സാക്ഷി നിൽക്കുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പോലും മുടക്കമാക്കരുത്, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തരുത്. ഓരോ ദിവസത്തിനും അല്ലാഹു ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ, ശനിയാഴ്ച ദിവസമാണ് ഭൂമി അല്ലാഹു പടച്ചത്. ചിന്തിക്കണേ, ഞായറാഴ്ച ദിവസത്തിലാണ് അല്ലാഹു തമ്പുരാൻ ഈ ഭൂമിയിൽ ആവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. തിങ്കളാഴ്ച ദിവസം അല്ലാഹു തആല സൃഷ്ടിച്ച പല സൃഷ്ടികളുണ്ട്. ചൊവ്വാഴ്ചയാണ് അല്ലാഹു തആല സകല വൃത്തികേടുകളെയും അല്ലാഹു പടച്ചത്. വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചത് ചൊവ്വാഴ്ചയാ. ബുധനാഴ്ച തിങ്കളാഴ്ചയാണ് മൃഗങ്ങളെ അല്ലാഹു പടച്ചത്. മൃഗങ്ങളെ അല്ലാഹു പടച്ചത് തിങ്കളാഴ്ചയാ. ശനിയാഴ്ച ഭൂമിയെ പടച്ച അല്ലാ, ഞായറാഴ്ച അതിനാവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ച അല്ലാ, തിങ്കളാഴ്ച മൃഗങ്ങളെ പടച്ച അല്ലാ, ചൊവ്വാഴ്ച വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചെങ്കിൽ ബുധനാഴ്ച അല്ലാഹു പടച്ചത് എന്തെന്നറിയോ? പ്രകാശത്തെയാ. അല്ലാഹു ബുധനാഴ്ച പ്രകാശത്തെ സൃഷ്ടിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാഴാഴ്ച അല്ലാഹു മറ്റ് ജീവജാലങ്ങളെ പടയ്ക്കുകയാ. വെള്ളിയാഴ്ച അല്ലാഹു മനുഷ്യനെ പടയ്ക്കുകയാ. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത തന്നെയാ ഉള്ളത്. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ രാത്രിയും ഒരുപോലെയല്ല. ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാണ്? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി. എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രി ഉണ്ടല്ലോ, ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ കിടക്കയിൽ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഇന്ന് എന്റെ കിടക്കയിൽ എന്റെ പ്രവാചകനില്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ കാണുമെന്നറിയാ. ആയിഷ ബീവി എഴുന്നേറ്റ് പള്ളിയിൽ നോക്കുമ്പോ അവിടെ കാണുന്നില്ല. ഒരു പെണ്ണിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുമല്ലോ, ഒരു സ്ത്രീയുടെ നെഞ്ചിടിപ്പിന്റെ വേഗത അറിയുമല്ലോ. അവരുടെ മനസ്സ് പതറാ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂല് ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലുണ്ടാകുമോ എന്ന് ഓരോ ഭാര്യമാരുടെ വീട്ടിലും ചെന്ന് കരകിരമുട്ടി. അവര് പറഞ്ഞു, ഇല്ല ആയിഷ, ഇവിടെ ഇല്ല. അവർക്കാകെ വെപ്രാളമായി, സംഭീതയായി, പരിഭ്രമചിത്തയായി, അവര് വിഷാദ വിഷണ്ണയായി, വ്യാകുല വിഹ്വലയായി അവര് ഓടുകയാണ്. എവിടെയാണ് എന്റെ റസൂൽ? അപകടത്തിൽ പെട്ടുവോ? നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തൊരു വെളിച്ചം കാണുകയാ. ഏത് വെളിച്ചമാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ നിന്നടിച്ചു വീശുന്ന വെട്ടമുണ്ടല്ലോ, ആ നൂറ്, ആ പ്രകാശമുണ്ടല്ലോ. ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ
ഇല സുറുജി. എന്താ വെറുതെ വന്നിരുന്ന് പാടുന്നത് കേൾക്കുമ്പോ, അത് പറയുന്നത് കേൾക്കുമ്പോ ദൂരെ മാറി നിന്നെന്തായി പറയുന്നത് എന്ന് ചിന്തിച്ചാലേ പോരെ ചെറുപ്പക്കാരാ. ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു നബിയേ, അങ്ങ് താമസിക്കുന്ന വീട് ലൈസ മുഹ്താജൻ ഇല സുറുജി, ഒരു വിളക്കിന്റെ ആവശ്യം ആ വീട്ടിലില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം തച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നൂലിലേക്ക് സൂചി കുരുക്കാൻ നേരത്ത് സൂചി തെറിച്ചു പോവുകയാ. ആ സൂചി കണ്ടുപിടിക്കാൻ ഇന്നത്തെ പോലെ വിദ്യുച്ഛക്തിയുടെ പ്രവാഹമില്ലല്ലോ. ഇന്നത്തെ പോലെ ഹാലജന്റെ പ്രകാശത്തിന്റെ ആ ഒരു പ്രകാശത്തിന്റെ പ്രോജ്വലതയില്ലല്ലോ. കുറ്റിരുട്ടാണ്. എണ്ണ വിളക്ക് കത്തിച്ച് വീട്ടിനകത്ത് വെക്കുകയാ. ആ സമയത്ത് തപ്പിത്തടഞ്ഞു നോക്കി സൂചി കാണുന്നില്ല. അതാ കടന്നു വരുന്നു ലോകത്തിന്റെ മുത്തേ, പ്രകാശ ഗോപുരമേ നബി മുഹമ്മദ് മുസ്തഫ. കടന്നു വന്നപ്പോൾ അവിടത്തെ നെറ്റിത്തടപ്പിൽ നിന്നും അടിച്ചു വീശുന്ന പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭാകിരണങ്ങൾ കൊണ്ട് സൂചി പോലും നോക്കിയെടുക്കാൻ പറ്റിയെന്ന് ആയിഷ ബീവി പറഞ്ഞല്ലോ. ആ പ്രകാശം ബഖീന്റെ ഭാഗത്ത് നിന്ന് വരികയാ. അള്ളാന്റെ റസൂൽ ബഖീന്റെ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആയിഷ ബീവി ഓടുകയാ. ഓടി ചെന്നിട്ട് റസൂലുള്ളാഹിനെ വാരി പുണരുകയാ. നബിയേ, നിങ്ങൾ എന്താ പറയാതെ പോയത്? ആയിഷ ബീവിയോട് തങ്ങൾ ചോദിച്ചു, നീ പേടിച്ചു പോയോ? ആയിഷ ബീവി കിട്ടിയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സങ്കടം, ഇതിന്റെ എല്ലാത്തിന്റെയും വികാരത്തിന്റെ സംഗമ വേദികയായിക്കൊണ്ട് ആയിഷ ബീവി ചോദിച്ചത് എന്തെന്നറിയോ? ഒരു കമന്റ് ആയിരുന്നു. ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ പിന്നെ പേടിക്കാതിരിക്കുവോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കതാ. അവിടെ റസൂൽ പറയുകയാണ്, ആയിഷ, ഇന്നത്തെ രാത്രി അറിയോ, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ അള്ളാഹു അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കുന്ന രാത്രിയാ. കൽബ് ഗോത്രം എന്ന് പറയുന്നത് ധാരാളം ആടുകളെ വളർത്തുന്ന കൗമാണ്. അവരുടെ ആടുകൾക്ക് മറ്റ് കൗമിനില്ലാത്തൊരു പ്രത്യേകതയുണ്ട്, രോമം കൂടുതലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്താൽ ഇന്നത്തെ രാത്രി അല്ലാഹ് പുറത്തു കൊടുക്കുന്ന രാവല്ലയോ ആയിഷ? ആ രാവേതാണ്? ബറാത്തിന്റെ രാവാ. സഹോദരങ്ങളെ, എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ പകലുകളും ഒരുപോലെയാണോ? ഏറ്റവും ശ്രേഷ്ഠമായ പകലേതാണ്? യൗമ അറഫ. അറഫ ദിവസത്തിന്റെ പകലല്ലേ? 45 ലക്ഷം ആളുകളാണ് ഈ വർഷത്തെ ഹജ്ജിനു വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടിയത്. അറഫാത്തിന്റെ ഏതോ ഒരു ഭാഗത്ത്, ഒരു ടെന്റിന്റെ ഓരത്ത് 45 ലക്ഷം ഹാജിമാരുടെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ വർഷം ഈ വിനീതനും ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 45 ലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സംഗമഭൂമി, ആ പരിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ പകലുണ്ടല്ലോ, അത് ശ്രേഷ്ഠമായ പകലാ. എല്ലാ സായാഹ്നവും ഒരുപോലെയാണോ? എല്ലാ വൈകുന്നേരവും ഒരുപോലെയാണോ? എല്ലാ മധ്യാഹ്നവും ഒരുപോലെയാണോ? എല്ലാ സുപ്രഭാതവും ഒരുപോലെയാണോ? അല്ല. എല്ലാ പള്ളികളും ഒരുപോലെയാണോ? അല്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? അല്ല. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ? അല്ല. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് സമയം പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും. നിങ്ങൾ നോക്കിയേ, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ചില സന്ദർഭങ്ങളിൽ നിസ്കാരത്തെക്കാൾ പുണ്യമുള്ളതായിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫ് തസ്ബീഹും തഹ്ലീലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ചില സമയങ്ങളിൽ ഔട്ടിൽ, പള്ളിയുടെ പുറത്ത് നിന്ന് നമുക്ക് കിട്ടും. പള്ളിക്കകത്ത് ഇരിക്കുന്നവനാണോ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവനാണോ ശ്രേഷ്ഠത കൂടുതലെന്നൊരാൾ ചോദിച്ചാൽ ഒറ്റ മറുപടി കൊടുക്കാൻ പറ്റൂലെന്നായി പറയുന്നേ. ചിലപ്പോ പള്ളിക്കകത്തിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത പുറത്ത് നിൽക്കുന്നതിനുണ്ടാവും. അതെങ്ങനെയാ? മസ്ജിദുൻ നബവിക്കകത്തിരിക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അടുത്ത് വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞാൻ ആകെ സങ്കടത്തിലാണ്,
ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, കടം വാങ്ങിയതാണ്, ഇപ്പൊ എന്റെ കയ്യിലില്ല, അവധി 2-3 ആഴ്ച കൂടി വാങ്ങിയാൽ കൊള്ളാമായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം അവധി തരൂല, നിങ്ങൾ പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇഅ്തികാഫിരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ എവിടെയാ? മസ്ജിദുൻ നബവി. എഴുന്നേറ്റു അദ്ദേഹം, പുറത്തിറങ്ങി ചെരുപ്പ് ധരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് ഉണർത്തുകയാണ്. എന്താണെന്നറിയോ? അങ്ങ് ഇഅ്തികാഫിലല്ലായിരുന്നോ? ഞാനായിട്ട് അങ്ങയുടെ പുണ്യം കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങൾ തിരു റൗള ഷരീഫിലേക്ക് ചൂണ്ടിക്കിട്ട് പറഞ്ഞു, ദാ ഈ കിടക്കുന്ന എന്റെ നായകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഹദീസിൽ കാണാം, ആ കാലത്ത്, ആ അടുത്ത സമയത്ത് റസൂലുള്ളാഹിയുടെ വഫാത്ത്, അതുകൊണ്ടാണ് കരഞ്ഞുപോയത്. എന്നിട്ട് പറഞ്ഞു, ആ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നൊരു സമയം, ആ സമയം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ, ചിലപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറച്ച് കടം മാറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരാളുടെ ഏതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഈ മസ്ജിദുൻ നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ്, എത്രയോ വർഷത്തെ ഇഅ്തികാഫിനേക്കാൾ പുണ്യമാണ് പുറത്തേക്ക് പോയി ഒരു സഹോദരന്റെ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് എന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ കരഞ്ഞുവെന്നാണ്. നമ്മൾ വെളിയിലേക്ക് പോയി ഒരാൾക്ക് നമ്മളൊരു ഒപ്പിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു MP MLA വന്നു നമ്മളൊന്ന് സംസാരിച്ചാൽ അയാൾക്കൊരു വീട് കിട്ടും, അല്ലെങ്കിൽ ഒരു വഴി കിട്ടും, അല്ലെങ്കിൽ അയാൾക്ക് ചികിത്സയ്ക്ക് കുറച്ച് കാശ് കിട്ടുമെങ്കിൽ നമ്മൾ പള്ളിക്കകത്ത് ഇബാദത്ത് എടുത്തോണ്ടിരിക്കലല്ല ശ്രേഷ്ഠത, മറിച്ച് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കലാണ്. ഞാൻ പറഞ്ഞു വന്നത്, സമയം, കാലം, ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ വ്യത്യസ്തമാണ്. പല രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാണ്. അതുകൊണ്ട് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല് എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി ഖൈറുൻ യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? അള്ളാന്റെ റസൂൽ പറഞ്ഞു, സുറൂറുൻ തുദ്ഖിലുഹു അലാ കുല്ലി മുസ്ലിം, ഒരു മുസ്ലിമിന് നീ കൊടുക്കുന്ന സന്തോഷമാണ്. എന്നാ വേറൊരു സമയത്ത് പറഞ്ഞ എന്താ? ഏറ്റവും ശ്രേഷ്ഠമായ അമല് അസ്സലാത്തു ലി വഖ്തിഹാ, കൃത്യസമയത്ത് നിസ്കരിക്കലാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? സന്ദർഭം നോക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്. ഇപ്പൊ ഈ സമയത്ത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ ഓതുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? 2 റക്അത്ത് നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? ഞാൻ നിങ്ങളവിടെ ഇരുത്തിയിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചുകൊണ്ട് നിന്നാൽ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയോ? അല്ല. പക്ഷെ ഈ സമയത്ത് വേണ്ടത് എന്താ? നിങ്ങളുടെ മുന്നിലും പ്രസംഗിക്കലാണ്. നിങ്ങൾ ഇത്രയും പേര് ആൾക്കാരെ ഇവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പള്ളിക്കകത്ത് ഒരു കാര്യത്തിനും ആ ഖുർആൻ പിടിച്ചെറിയാനോ അല്ലെങ്കിൽ ഖുർആൻ മടക്കി വെച്ചിട്ട് വാ എന്ന് പറയാനോ കഴിയില്ല. കാരണം ഖുർആൻ ഷരീഫിനോട് നമുക്ക് അത്രയും ആദരവുണ്ട്. പക്ഷെ ഇപ്പൊ വേണ്ടത് എന്താ? ഖുർആൻ എടുത്ത് ഓതലല്ല, ഇപ്പൊ വേണ്ടത് നിസ്കരിക്കലല്ല, ഇപ്പൊ വേണ്ടത് എന്താ? നിങ്ങൾക്ക് ഇൽമ് പങ്കുവെക്കല. ഞാൻ പഠിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരലാണ്. ഓരോ സമയത്തും ഓരോ വ്യത്യസ്തമായ അമലുകളുണ്ട്. അതുകൊണ്ട് ആ അമലുകൾ നമ്മൾ ചെയ്യുക. കാരണം എന്തെന്നറിയോ? യുനാദി കുല്ല യൗമിന് അന യൗമുൻ ജദീദ്, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, ഞാൻ പുതിയ പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് അത് കൃത്യമായി അത് ഞാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്നതാ. സഹോദരങ്ങളെ, മൂന്നാമത്തെ സാക്ഷി അതാണ്. അതുകൊണ്ട് അതിന് നമ്മൾ സാക്ഷിയെ സ്വാധീനിക്കേണ്ടത് എങ്ങനെയാണ്? ഏത് സമയമാണോ ആ സമയത്ത് എന്താണോ അത് ചെയ്യുക. പള്ളിയിലേക്ക് വരും, വേറെ ഒന്നും വേണ്ട. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം അമലുകൾ ചെയ്യാം. നടന്നു വരുന്ന വഴിയിൽ ഒരാളെ കണ്ടു, അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ
സ്വലാത്ത് ഇല്ലാത്തവൻ ഏറ്റവും വലിയ ലുബ്ധനാണ്. അപ്പൊ നമ്മൾ പറയും ഉസ്താദെ അത് പിന്നെ അങ്ങനെ ലുബ്ധനാവും, റിഫായി ഷെയ്ഖിന്റെ ആണ്ടിന് വേണ്ടിയിട്ട് ഞാൻ 2 ആടും 4 ചാക്ക് അരിയാ കൊടുത്തത്, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. അഷ്റഫുൽ ഖൽക്കിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് ഇല്ലാത്തവന്റെ പേര് ബഖീൽ എന്ന് തന്നെയാ. അതുകൊണ്ട് നമ്മൾ ലുബ്ധന്മാരാകരുത്. ആ 2 ആട് കൊടുക്കണത് 1 ആട് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ 2 കോഴി കൊടുത്താലും മതി. അത് ലുബ്ധൻ എന്ന് പറയില്ല, അവന്റെ സാമ്പത്തിക ഇല്ല എന്ന് തോന്നുന്നു എന്നേ സംഘാടകർ പറയുള്ളൂ, അല്ലാതെ പരമലുബ്ധൻ എന്ന് പറയില്ല. പക്ഷെ സ്വലാത്ത് ഇല്ലാത്തവനെ അഷ്റഫുൽ ഖൽക്ക പറഞ്ഞത് ബഖീൽ എന്ന്. അപ്പൊ പിന്നെ തിരുത്തി പറയാൻ വേറെ ആരും ലോകത്തില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, നമുക്ക് കഴിയുമെങ്കിൽ കൊടുക്കുക. കയ്യിലൊന്നുമില്ല, നമ്മളെന്താ പറയേണ്ടത്? ഡയോജനിസ് നടന്നു വരുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നഗരമധ്യത്തിൽ കൈനീട്ടിയിരിക്കാൻ. അയാളുടെ മുന്നിലേക്ക് ഓരോരുത്തർ വരുന്നു, നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നു, അവർ നടന്നു പോകുന്നു, അയാളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഡയോജനീസ് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈനീട്ടിയപ്പോൾ പോക്കറ്റിൽ തപ്പിത്തടഞ്ഞിട്ട് പറഞ്ഞു, കയ്യിലൊന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞു. അയാൾ തന്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം അടിവാരത്തൊഴുകുന്ന അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഭിക്ഷക്കാരൻ ചാടി എണീറ്റു. അയാൾ പറഞ്ഞു, ഞാൻ ഇനി അവസാനിപ്പിച്ചു എന്റെ ഭിക്ഷാടനം, ഞാൻ എന്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ചു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് കിട്ടി, എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് ഇപ്പൊ കിട്ടി. ഡയോജനിസ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ, എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞല്ലോ. ആ ചേർത്ത് നിർത്തൽ, ആ ഒരു നല്ല വിളി. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാടെ ഉദരത്തിൽ കൂടെ സഹവസിച്ചവർക്കാണ് സഹോദരൻ എന്ന് പറയുക. ഉദരത്തിൽ സഹവസിക്കുക, അതാണ് സഹോദരൻ. അപ്പം കൂടപ്പറപ്പേ എന്ന് വിളിക്കാൻ നിങ്ങൾ കാണിച്ചൊരു മനസ്സ്, അത് മതി എനിക്കൊരു പുരുഷായുസ് ജീവിക്കാൻ. കണ്ടോ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞ എന്താ? ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എടുത്തു പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയും ആൾക്കാരെ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് ഖൗലുൻ മഅറൂഫ്, നല്ലൊരു വാക്കാ. വീട്ടിൽ ആരെങ്കിലും കയറി വന്നു, കൊടുക്കാൻ ഒന്നുമില്ല, നമ്മൾ കരുതുന്ന എന്താ? എങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മൾ കരുതുന്ന എന്താ? കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. ആ സമയത്ത് നമ്മൾ പറയും, പടച്ചോനെ ഇന്നത്തെ എന്റെ അമല് പോയി. ഒരു സങ്കടവും വേണ്ട, അവരുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയണം, അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ, എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ, പക്ഷെ എന്റെ കയ്യിൽ ഒന്നുമില്ല, അള്ളാഹു നിങ്ങൾക്ക് ഇതിന് പകരം എവിടെന്നെങ്കിലും തരും, ഞാനും ദുആരക്കാം നിങ്ങളും ദുആരക്കിൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മതി 1 ലക്ഷം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം. ആ വെള്ളിയാഴ്ച ബക്കറ്റ് കൊണ്ടുവരുന്നവനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അള്ളാഹ് നിങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് തരും, അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇല്ലാത്തവൻ സങ്കടപ്പെടണ്ട. ആരാ പള്ളി വെക്കാൻ 5 ലക്ഷം കൊടുക്കുന്നത്? ഒരാൾ ചാടി എണീറ്റ് പറഞ്ഞു, ഞാൻ കൊടുക്കാം. അടുത്ത ഗ്രേഡ് കുറഞ്ഞു വന്നു. 1 ലക്ഷം ആരാ? കുറച്ചു പേര് പറഞ്ഞു. 50,000 ആരാ? കുറെ പേര് പറഞ്ഞു. 25,000 ആരാ? 10,000 ആരാ? 5,000 ആരാ? ഇതൊക്കെ പറയുമ്പോഴും നാട്ടിലെ ഏറ്റവും പ്രമുഖരും പ്രമാണിമാരും പ്രഭുക്കളും ഒക്കെ ഓരോ സംഖ്യ വിളിച്ചു പറയുമ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന സാധാരണക്കാരനായ ഒരു സഹോദരൻ അവിടെ ഇരിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനാണ്. അവന് കൊടുക്കണ്ടേ? അവന് ഈ ദുആ വേണ്ടേ? അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അവന്റെ മനസ്സ് പെടയ്ക്കാണ്. അവസാനം അവൻ ബക്കറ്റ് കൊണ്ടുവന്നപ്പോ അവന്റെ കയ്യിലുള്ള കീറി പറഞ്ഞ 10 രൂപയുടെ ഒരു നോട്ടെടുത്തിട്ടിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ എന്റെ കയ്യിൽ ഇത്രയേ ഉള്ളൂ, മതി. അവിടെ 5 ലക്ഷം കൊടുത്തവനേക്കാൾ പുണ്യം. അഖ്ലിസു ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. നീ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കുറഞ്ഞ അമൽ മതി, നിനക്ക് കുറഞ്ഞ അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. എത്രയോ സ്ഥലത്തെന്നറിയോ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ദുആ കുറഞ്ഞു പോയതിന്റെ പേരിൽ കമ്മിറ്റിക്കാരുമായിട്ട് ഉടക്കുണ്ടാക്കിയ മഹാന്മാര് അറിയോ? പേര് പൂർത്തിയാക്കി വായിക്കാത്തതിന്റെ പേരിൽ പൈസ കൊടുക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയോ? അക്കൂട്ടത്തില് 2 ലക്ഷം പറഞ്ഞു. 2 ലക്ഷം പറഞ്ഞിട്ട് എനിക്ക് 2 ലക്ഷത്തിന്റെ ദുആ കിട്ടിയില്ലല്ലോ. 5,000 കൊടുത്തവന് കൂടുതൽ ദുആരെന്നു. 2 ലക്ഷം കൊടുത്ത് എനിക്ക് കുറച്ചേ ദുആരെന്നുള്ളൂ.
മാത്രമല്ല എന്റെ പേര് പൂർത്തീകരിച്ചു പറഞ്ഞില്ല, എന്റെ പേര് എഴുതിയപ്പോ ചെറിയ അക്ഷരമായി പോയി, വലിയ അക്ഷരമായില്ല. ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഒരാളുടെ 2 ലക്ഷമാണോ വലുത്? ബക്കറ്റ് കൊണ്ടുവന്നപ്പോ ഇല്ലാത്ത പേഴ്സിൽ നിന്ന് ഇല്ലാത്ത കാലത്ത് ഒരു 10 രൂപ എടുത്തിട്ടവനാണോ നല്ലവൻ? നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ സമയം നമ്മളെ തേടിയെത്തുമ്പോൾ ആ സമയത്ത് ചെയ്യേണ്ട അമലുകളുണ്ട്. കയ്യിൽ പൈസ ഇല്ലാന്ന് കരുതിയിട്ട് സദഖ കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്കെന്തേ അള്ളാഹു ഈ സമയത്ത് അമല് ചെയ്യാനുള്ള ഭാഗ്യം തന്നില്ല എന്ന് ചിന്തിക്കരുത്. പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഈ സമയത്തുള്ള അമലെന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് വെളുക്ക ചിരിക്കലാം. അതാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് സ്വതക്ക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിശ്വാസി അങ്ങനെയാണ്. അവന്റെ ശ്വാസം പോലും ഇബാദത്താണ്. അവൻ കക്കൂസി പോകുന്നത് പോലും ഇബാദത്താണ്. അവൻ ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഇബാദത്ത്. ഇത് വേറെ ഏത് സമുദായത്തിന് കിട്ടും? ഇത് പറയുമ്പോ ചിലപ്പോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ എക്സ് മുസ്ലിം ഉണ്ട്, നജസുകൾ. ഇവർക്കൊക്കെ അങ്ങോട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. കുറെ നിരീശ്വരവാദികളുണ്ട്, കുറെ യുക്തിവാദികളുണ്ട്. ഇവനൊന്നും പറയുന്നതിന് യാതൊരു മറുപടി അർഹിക്കുന്നില്ല. ഇതൊന്നും കാണാത്തത് കൊണ്ടല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് അഡ്മിന്മാര് പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ല കാര്യമാണെങ്കിൽ മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുക. ഇത് ലോകം മൊത്തം കാണുന്ന കാര്യമല്ലേ? അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ വേറെ ജോലിയില്ലേ? ഇങ്ങനെ നീട്ടി പറയുന്നത് എന്തിന്? ഇടോ, നീട്ടി പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ നിങ്ങൾ? ഞങ്ങളെ പറയുന്നത് ഞങ്ങളെ കേൾക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹത്തോടാ. നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അടിച്ചു കളയാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് സബ്സ്ക്രൈബും ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫോളോയും ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്നിട്ട് കുറ്റം പറയുന്നത്? അപ്പൊ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കുറെ ജനങ്ങളുണ്ട്. അവരോട് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് അല്ലാതെ പറയാൻ തന്നെ വിഷയം എമ്പാടുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ഈ പറയുന്നവരോട് മറുപടി കൊടുത്തുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഓരോ സമയവും ഓരോ ഇബാദത്തുകൾക്കുള്ള സമയമാണ്. നമ്മൾ മറ്റ് സമുദായത്തിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് തുപ്പുന്നത് പോലും ഇബാദത്താണ്. തുപ്പുന്നത് പോലും ഇബാദത്താണ്. കുളിക്കുന്നത് ഇബാദത്താണ്. എന്തോ ഒരു മനോഹരമായ സംസ്കാരമാണ് നമ്മുടേത്. അഭിമാനത്തോട് നമുക്ക് പറയാം, തുപ്പുന്നത് ഇബാദത്താണ്. എങ്ങോട്ട്? വലതുഭാഗത്തേക്ക് മുൻഭാഗത്തേക്കും തുപ്പാൻ പാടില്ല, കറാഹത്താൻ. തുപ്പേണ്ടി വന്നാൽ അല്ലാഹുവേ ഞാൻ ഇടതുഭാഗത്തേക്കാ തുപ്പുന്നത്, കാരണം എന്റെ റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇടത്തേക്ക് തുപ്പുന്നു എന്ന് മനസ്സിൽ നിയത്ത് വെച്ചോ. അല്ലെങ്കിൽ വലത്തോട്ട് തുപ്പാൻ ഒരുങ്ങുമ്പോ അല്ല, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് തുപ്പ് ഇബാദത്താണ്. ആ സമയത്ത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ തുപ്പിയ ആ സമയം സാക്ഷിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് മൂന്നാമത്തെ സാക്ഷി. വിശദീകരിക്കണ്ടല്ലോ. ഇനി നാലാമത്തെ സാക്ഷി ഏതെന്നറിയോ? മറക്കല്ലേ, ഒന്ന് മലായിക്കത്തുകളാ, 2 ഭൂമിയാ, മൂന്നാമത്തേത് സഹോദരങ്ങളെ ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ സമയമാണ്, കാലമാണ്. ഇനി നാലാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുകയാ, യൗമ തശ്ഹദു അലൈഹിം, അവരുടെ മേൽ സാക്ഷിയാകുന്നത് അല്ലാഹ് പറയുന്നു, അൽസിനത്തുഹും, അവരുടെ നാവാ, വഅയ്ദീഹിം, അവരുടെ കൈകളാ, വഅർജുലുഹും, അവരുടെ കാലുകളാ, ബിമാ കാനൂ യഅമലൂൻ, അവരെ ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സാക്ഷി നിൽക്കുന്നതാ. സഹോദരങ്ങളെ, നാവ് മാത്രമല്ല, കൈകളും കാലുകളും നാളെ സാക്ഷിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നാളെ പരലോകത്ത് എന്നിട്ട് നമ്മള് അള്ളാഹുമായിട്ട് സംവാദം നടത്തുക. എന്താണെന്നറിയോ? ഹദീസ് പറഞ്ഞ അർത്ഥം പറയാനുള്ള സമയം നമുക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നാളെ പരലോകത്ത് ചെന്നിട്ടൊരു അടിമ അള്ളാന്റെ കോടതിയിൽ തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നത്? അള്ളാഹ് പറയും, നീ ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ,
അപ്പൊ അള്ളാഹുവിനോട് അവൻ പറയുന്നു, സാക്ഷി വല്ലതും ഉണ്ടോ? ഇത് ഉള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹുവേ പടച്ചവനെ, സാക്ഷികൾ വല്ലതുമുണ്ടോ? ആ സമയത്ത് അള്ളാഹു പറയും, അത്രേ കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദാ. സാക്ഷി വേറെന്തിനാ? മലായിക്കത്തുണ്ട്, ഭൂമിയുണ്ട്, ഓരോ ടൈമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദാ. മോനെ, നിന്റെ ശരീരം തന്നെ സാക്ഷികളാ, പിന്നെന്തിനാ വേറെ സാക്ഷിയെ വിളിക്കുന്നത്? അപ്പൊ യവൻ ചോദിക്കുമത്രേ അള്ളാഹുവിനോട്, പടച്ചോനെ, എന്റെ ശരീരത്തിന്റെ ഏത് അവയവമാണ് സാക്ഷിയാവുക? നാക്കാണെങ്കിൽ കള്ളം പറയും, നാവിന്റെ സഹജമായ സ്വഭാവം കളവ് പറയലാണ്. ആ കള്ളം പറയുന്ന നാക്ക്, നമ്മൾ ആരാ കള്ളം പറയാത്തത്? നമ്മളിൽ ആരാണ് കളവ് പറയാത്തത്? അശ്രദ്ധമായോ അലക്ഷ്യമായോ മനഃപൂർവമോ ബോധപൂർവമോ നമ്മൾ പറയും കള്ളം. കളവ് പറയാത്ത ലോകത്താരുമില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എവിടെ എത്തിയെന്ന് ചോദിക്കും, തൊട്ടടുത്ത ജംഗ്ഷൻ പറയും നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മളിവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് എന്താ? അത് വലിയൊരു കള്ളമല്ലല്ലോ, അത് വലിയ കള്ളമല്ലല്ലോ. എവിടെ എത്തി? ഞാൻ അതാ മൈനാപ്പള്ളി എത്താറായി, ഞാൻ വടക്ക മൈനാപ്പള്ളി എത്തി. യഥാർത്ഥത്തിൽ ഇടവരശ്ശേരി നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവരെ ഒന്ന് സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കാ കളവ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നവരാണ്. മക്കൾ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് മക്കൾക്ക് മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ തന്നെ ഹദീസിലുള്ളതാ, അത് കൊടുക്കാതെ വാങ്ങാതെ ആ മകനെയും മകളെയും വാരിക്കോരി എടുത്ത് മുത്തം കൊടുത്ത് സ്നേഹം പങ്കിടുന്ന പിതാവ് കളവ് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കളവ് അത് നമ്മൾ പലരും പറയുന്നതാ. അറിഞ്ഞോ അറിയാതെയോ അലക്ഷ്യമായോ ബോധപൂർവമോ നമ്മൾ പറയുന്ന ഒന്ന് കളവാണ്.